സർക്കാർ നടത്താൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമത്തെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് അയ്യപ്പ സേവാ സമാജം രംഗത്തെത്തിയിരിക്കുകയാണ്. സമാജത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ PN നാരായൺ വർമ്മ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലോ പമ്പയിലോ അല്ലെങ്കിൽ നാട്ടിലെങ്ങും തന്നെ ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുവാനുള്ള ഒരു ധാർമ്മികമായ അവകാശവും ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ VHPയും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്താൻ പോകുന്ന ഈ സമ്മേളനത്തെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് അരുൺ കൊടുങ്ങൂർ. ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാവ് K മുരളീധരൻ അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ആരാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതെന്ന് വ്യക്തമാക്കണം. ദേവസ്വം ബോർഡാണ് സംഗമം നടത്തുന്നതെങ്കിൽ വിശ്വാസിയല്ലാത്ത സ്റ്റാലിനെ എന്തിനാണ് വിളിക്കാൻ പോയതെന്ന് K മുരളീധരൻ ചോദിച്ചു. വിശദാംശങ്ങൾ ശ്രീനന്ദ നൽകും. ശ്രീനന്ദ, കോൺഗ്രസിനകത്ത് നിന്നും ഇപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ആളുകൾ എത്തുന്നു. കാരണം സ്റ്റാലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്റ്റാലിൻ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. പല കോൺഗ്രസ് നേതാക്കളും സ്റ്റാലിനെ തള്ളാൻ തയ്യാറായിരുന്നില്ല ഈ ഭക്തസംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും. പക്ഷേ ഇപ്പോൾ K മുരളീധരൻ എന്തൊക്കെയാണ് പറയുന്നത്? ഗൗതം, K മുരളീധരൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊള്ള ഒരു നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. തിരഞ്ഞെടുപ്പാണ് അവരുടെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവർ വ്യക്തമാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സർക്കാരാണോ അതോ ദേവസ്വം ബോർഡാണോ ഈ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല എന്ന് കൂടി മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. അക്കാര്യം സർക്കാർ വ്യക്തമാക്കണമെന്നും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇത്തരത്തിൽ മന്ത്രിയാണ് സ്റ്റാലിനെ ചെന്നൈയിൽ പോയി സ്റ്റാലിനെ ഈ ഒരു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചത്. വിശ്വാസമില്ലാത്ത മന്ത്രി, ഈശ്വരനെ വിശ്വസിക്കാത്തൊരു മന്ത്രി എന്തിനാണ് സ്റ്റാലിനെ ഇത്തരത്തിലൊരു കാര്യത്തിന് പോയി വിളിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് കൂടി വ്യക്തമാക്കണമെന്നാണ് K മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പാണ്, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് എന്തിനാണ് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയാണോ, അതിലെ എന്തിനാണ് അതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നൊരു കാര്യമാണ് മുരളീധരൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വാസികളെ ഒത്തുചേർക്കുന്നതാണ് ചെയ്യേണ്ടത്, അല്ലാതെ വിശ്വാസികളെ വിഭജിച്ച് രണ്ട് തട്ടിലാക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല സർക്കാർ ഇവിടെ നടത്തേണ്ടത്. ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡാണ് ഈ സ്റ്റാലിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോയി വിളിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി മന്ത്രിയാണ് പോയി സ്റ്റാലിനെ വിളിച്ചിരിക്കുന്നത്. സ്റ്റാലിൻ വരുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാലിനെ ഇത്തരത്തിലൊരു മന്ത്രി പോയി ക്ഷണിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കണമെന്നൊരു കാര്യമാണ് ഇവിടെ K മുരളീധരൻ എടുത്തു ചോദിക്കുന്നത്. ഗൗതം, ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് ആരാണെന്ന് വ്യക്തമാക്കണം എന്നാണ് K മുരളീധരൻ്റെ ചോദ്യം. ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ എന്തിനാണ് നിരീശ്വരവാദിയായ DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനെ പമ്പാമുണപ്പുറത്തേക്ക് ക്ഷണിക്കാൻ പോയത് എന്ന ചോദ്യം K മുരളീധരൻ ഉന്നയിക്കുന്നു. ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്നും